നമസ്കാരം, ഞാൻ രശ്മി. ഇപ്പോൾ എല്ലാവരും ഫുട്ബോൾ ലഹരിയിലാണല്ലോ. അതുകൊണ്ട് ഞാനും വിചാരിച്ചു അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് റഷ്യയിൽ വെച്ചല്ലേ, അപ്പോൾ ഒരു റഷ്യൻ വിഭവം തന്നെയാവാം. റഷ്യൻ കാബേജ് റോൾ. ഒത്തന്റിക് റഷ്യൻ കാബേജ് റോൾ അല്ല, ഒരു ഫ്യൂഷൻ. ഈ ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം, അർജന്റീന പരാജയപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ ആത്മഹത്യ ചെയ്ത ഒരു യുവാവിനെ പറ്റിയാണ്. ആത്മഹത്യ ഒരു പരിഹാരമാണെന്ന് കരുതിയ ഒരു യുവാവ്. നമ്മൾ വളരെ കുറച്ചു കാലത്തേക്ക് ഈ ഭൂമിയിൽ വന്നു പോകുന്നവരാണ്, പിന്നെ വരും. അതെന്റെ വിശ്വാസം. അതവിടെ നിൽക്കട്ടെ. കടുത്ത ആരാധന കൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. ഈ ആരാധന ഉള്ളിടത്ത് വിശ്വാസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ അങ്ങനെ ചെയ്യില്ലായിരുന്നു. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ വിശ്വസിക്കണം എന്ന് പറയില്ലേ? ദൈവമേ എനിക്കിത് സാധിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം അത് സാധിച്ചു തരും എന്നുള്ള വിശ്വാസം ഉണ്ടാവണം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടാവും. അർജന്റീന പിന്നീട് ജയിക്കുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്തു. ഈ ജയവും പരാജയവും എപ്പോഴും നമ്മോടൊപ്പം തന്നെയുണ്ട്. ഒരിക്കൽ പരാജയപ്പെട്ടാൽ അത് ഞാൻ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കാനുള്ള ഒരവസരമായിട്ട് കാണുകയാണെങ്കിൽ വിജയം ദൂരത്തല്ല. സാധാരണ മാനസികാവസ്ഥയിലുള്ള ഒരാൾ ചെയ്യുന്ന കാര്യമായിരുന്നില്ല അത്. ഒരു പക്ഷെ അയാൾക്ക് നേരത്തെ തന്നെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ശരീരത്തിലെ ഏതൊരു അവയവത്തിന് എന്ത് അസുഖം വന്നാലും നമ്മൾ ഡോക്ടറെ കാണാൻ പോകും, ആശുപത്രിയിലേക്ക് ഓടും. എന്നാൽ ഈ അവയവങ്ങളെക്കാളും എല്ലാം വളരെ ടെൻഡറായിട്ടുള്ള ഒന്നാണ് മനസ്സ്. ആ മനസ്സിന് അസുഖം വന്നാൽ ചികിത്സിക്കാൻ നമുക്ക് മടിയാണ്, പേടിയാണ്, നാണക്കേടാണ്. അതും ചികിത്സ കിട്ടേണ്ട ഒരു കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു അസുഖമാണത്. ഞാനൊരു സൈക്കോളജിസ്റ്റോ കൗൺസിലറോ ഒന്നും അല്ല. എൻ്റെ ഒരു കാര്യലാഭത്തിന് വേണ്ടിയല്ല ഇതൊക്കെ പറയുന്നത് എന്ന് വിചാരിച്ച് ഞാനൊരു പെർഫെക്റ്റ് പേഴ്സൺ ആണെന്നും കരുതണ്ട. എനിക്കും എൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ജീവിതാനുഭവങ്ങളിലൂടെ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നാൽ ആത്മഹത്യ, 12ന്റെ റിസൾട്ട് വന്നാൽ ആത്മഹത്യ. എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നറിയാതെ പോയവർ. എൻ്റെ മോൻ 12th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അവളുടെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്. കഴിഞ്ഞ വർഷം 12th സ്റ്റാൻഡേർഡ് പാസ്സാവാതെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. പഠിക്കാത്തതുകൊണ്ടല്ല, 10th ഫുൾ 11 വാങ്ങിച്ച ഒരു കുട്ടിയാണ്. പക്ഷെ അസുഖമായതുകൊണ്ട് ഒരുപാട് ലീവായിപ്പോയി, എക്സാം എഴുതാൻ പറ്റിയില്ല. ഇന്ന് മിക്ക കുട്ടികളും പരാജയപ്പെട്ടാൽ പഴയ ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കാൻ മടിക്കുന്നവരാണ്. എന്നാൽ തൻ്റെ ജൂനിയേഴ്സിനോടൊപ്പം ഇരുന്ന് പഠിക്കാൻ ചങ്കൂറ്റം കാണിച്ച കുട്ടിയാണത്. ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് ഗേൾ. ഇനി ജീവിതത്തിൽ ഒരിക്കലും ആ കുട്ടിക്ക് പരാജയപ്പെടേണ്ടി വരില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണം. കുക്കറിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. എന്നാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഒരാൾക്കെങ്കിലും ഉപകാരം ഉണ്ടായാൽ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. അപ്പോൾ നമുക്ക് സന്തോഷത്തോടെ ഫിഫ വേൾഡ് കപ്പ് സ്പെഷ്യൽ റഷ്യൻ കാബേജ് റോൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കാബേജ് റോൾ ഉണ്ടാക്കാം. നോൺ വെജ് കാബേജ് റോൾ ആണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കുരുമുളക് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ച് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. കാബേജ് റോളിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാബേജ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ പുറമേ ഉള്ള ആ ഇതിലങ്ങ് എടുത്ത് കളയാം. പുറമേ ഉള്ള പോർഷൻ ഒന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോർഷൻ അങ്ങ് കട്ട് ചെയ്യണം. നമുക്ക് ഈ നടുവിലെ പോർഷൻ ഇങ്ങനെ ചെത്തി കൊടുക്കണം, ഉള്ളിലോട്ടാക്കിയിട്ട്. ഇതിങ്ങനെ ഉള്ളിലോട്ടാക്കി ചെത്തിയിട്ട് ഇത് നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കണം, പുറത്തേക്ക് എടുക്കണം. ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു ദ്വാരമായിട്ടുണ്ട്. ഇതിങ്ങനെ എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഇതളുകൾ ഇങ്ങനെ എടുക്കാനായിട്ട് എളുപ്പം പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ നടുഭാഗം ഇങ്ങനെ ഉള്ളിലേക്കാക്കിയിട്ട് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഓരോ ഇതളായിട്ട് എടുക്കണം. ഇതിങ്ങനെ എടുക്കുമ്പം ശ്രദ്ധിക്കണം, നമുക്ക് പറ്റുന്ന പോലെ എടുക്കാം. ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബാക്കിയും കൂടെ എടുക്കാം. ഇതെന്താ, ഇപ്പം ക്യാബേജ് എല്ലാം അടർത്തി എടുത്ത് വെച്ചിട്ടുണ്ട്, ക്യാബേജിൻ്റെ ലീഫ്. ഇപ്പം മുഴുവൻ എടുത്തിട്ടില്ല ഞാൻ,
ഒരു 12 എണ്ണമൊക്കെ അടർത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ടിട്ട് ക്യാബേജിന്റെ ലീഫ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം, ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയാണ്. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഞാനൊരു 3 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പം ചെയ്യുന്നതുകൊണ്ട് 2 കാര്യമുണ്ട്. ഇതിനകത്ത് ഇപ്പം ക്യാബേജിലൊക്കെ നന്നായിട്ട് പെസ്റ്റിസൈഡ് ഉണ്ട്. അപ്പം നമ്മൾ ആ തിളപ്പിച്ചിട്ട് ആ വെള്ളം കളയുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ആ പെസ്റ്റിസൈഡിന്റെ കണ്ടന്റ് ഒക്കെ അങ്ങ് പോയിക്കോളും. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ നന്നായിട്ട് അങ്ങ് വാടി കിട്ടുവാണെങ്കിൽ നമുക്കത് റോൾ ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട്. വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. എണ്ണ ചൂടായിട്ടുണ്ട്, ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ വേവിച്ചിട്ടിട്ടുണ്ട്. ഞാൻ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്, അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോഴാണേലും വേവിച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വേവട്ടെ. ഈ ചിക്കനിൽ നിന്നൊക്കെ ഉള്ള വെള്ളം ഇറങ്ങിയിട്ട് ആ വെള്ളത്തിൽ കിടന്നിട്ട് ചിക്കൻ വേവണം. നമുക്കത് അടച്ചു വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഉപ്പും കുരുമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ വെളുത്ത് കിടക്കുന്നത്. അത് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാം. സിമ്മിൽ വേണം ഇടാനായിട്ട്. അപ്പോൾ വെള്ളം തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇതിൻ്റെ ലീഫ് ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം ഇങ്ങനെ നകന്ന് നിൽക്കണം. നമുക്കിത് ഒരു 10 മിനിറ്റ് എങ്കിലും ഒന്ന് തിളപ്പിക്കാം. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ഒക്കെ ആയിട്ടുണ്ട്. അത്രയും മതി. നമുക്കിത് വെള്ളത്തിൽ നിന്ന് എടുക്കാം. എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പൊട്ടിപ്പോവാതെ. ഇതെല്ലാം എടുത്ത് വെക്കട്ടെ. ഇത് കണ്ടത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് എടുക്കാത്തത്. ഇതൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം. ഇത് നമ്മുടെ ചിക്കൻ എന്തായാലും നോക്കട്ടെ. ചിക്കൻ നമുക്ക് തുറന്ന് നോക്കാം. വെള്ളം ഇപ്പോഴും ഉണ്ട്, ഒന്നും കൂടെ ഒന്ന് വറ്റിക്കോട്ടെ. ചിക്കൻ അവിടെ വേവുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരു സവാള, ഇത് വലിയ സവാളയാണ്, ഇതൊരു ചെറിയ തക്കാളി, 4 പച്ചമുളകും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് മുറിച്ച് വെക്കണം. തക്കാളി വളരെ കുറച്ച് മതി. മീഡിയം സൈസ് തക്കാളിയാണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി. സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കട്ടെ. നമുക്ക് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. ചെറുതായിട്ടൊന്ന് കളറങ്ങ് മാറിയിട്ടുണ്ട്, അത്രയും മതി. ഒരുപാടങ്ങ് മുരിഞ്ഞു പോകണ്ട. നമുക്ക് വേണമെങ്കിൽ ഇത് കുക്കറിൽ വേവിക്കാം കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്താണ്. നമുക്കത് തുറന്ന് വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നേരത്തെ ബാക്കി ക്യാബേജ് ഇല്ലേ, അതിൻ്റെ ഒരു ചെറിയ കഷ്ണം ഞാൻ മുറിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരു പിടിയോളം മാത്രം മതിയാവും. നമുക്ക് ഇങ്ങനെ ഇതിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. തുറന്ന് നോക്കട്ടെ. കണ്ടോ, ഏകദേശം ഒരു പിടിയോളം ഒക്കെ ഉണ്ട്. ഇത്രയും മതി. നമുക്ക് ഗ്രേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതി. നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ടിട്ട് ഒന്ന് കുഴച്ച് വെക്കാം. ഇത് നമുക്കിതൊന്ന് പിഴിഞ്ഞങ്ങ് ഇതിലെ വെള്ളം അങ്ങ് കളയണം, അല്ലെങ്കിൽ കൂട്ടുണ്ടാക്കുന്ന സമയത്ത് അതങ്ങ് കുഴഞ്ഞു പോകും. കുറച്ച് സമയം ഒന്ന് കുഴച്ചിട്ട് വെക്കാം. ഇപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇത് നല്ല വെള്ളം ഉണ്ടാവും, നല്ല വെള്ളമുണ്ട്. ഇത്ര വെള്ളമുള്ളത് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇതിപ്പം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കെടുക്കാം. ഒരുപാടൊന്നും ഫ്രൈ ആയിട്ടില്ല, ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഈ ചിക്കനേന്ന് എല്ലൊക്കെ ഒന്ന് മാറ്റി ഫ്ലഷൊക്കെ ഇങ്ങനെ അടർത്തിയെടുത്ത് ഇടണം. ഓമനപ്പാളൊക്കെ ഉണ്ടാക്കിയില്ലേ, അപ്പം ചെയ്തില്ലേ, അതുപോലെ നമുക്ക് ഈ ചിക്കനിൻ്റെ എല്ലൊക്കെ ഒന്ന് മാറ്റി എടുത്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടില്ല. ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയ സമയത്ത് അതിലേക്ക് കുറച്ചുകൂടെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൽ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ട്, എന്നാലും കുറച്ചും കൂടെ ഒന്ന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ്, അത് ഇട്ട് കൊടുക്കാം.
അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞതാണ്. പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലിടാം. എരിവിനനുസരിച്ച് വേണം പച്ചമുളക് ഇടാനായിട്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, അധികമായി പോകണ്ട. അതൊന്ന് പെട്ടെന്ന് വാടിക്കോട്ടെ. നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വാടിയതിന് ശേഷമാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടത്. ഈ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് വാടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടാക്കി കൊടുക്കാതെ. മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടായതിനു ശേഷം 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്ര ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ ഒരു റോ സ്മെല്ല് മാറുന്നവരെ നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ റോ സ്മെല്ലൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ്, അത് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നമുക്കങ്ങ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരണം. ഒന്ന് വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജാണ്. ഇപ്പോൾ വെജിറ്റേറിയൻസിനാണെങ്കിൽ ക്യാബേജും ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ചിക്കൻ അതിനെ ഒഴിവാക്കിയാൽ മതി, ബാക്കിയെല്ലാം ഇതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്താൽ മതി. ക്യാബേജ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടങ്ങ് ഇളക്കി കൊടുത്താൽ മതി, അടച്ചൊന്നും വെക്കണ്ട. ക്യാബേജ് വളരെ നൈസായിട്ടാണ് ഉള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് ആയിക്കോളും. ഇത് മതി. ചിക്കൻ ഇതെല്ലാം മാറ്റിയിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് ഞരടിയതേ ഉള്ളൂ. മിക്സിയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് പൊടി പോലെയായി പോകും, അങ്ങനെ ആവണ്ട. ക്യാബേജ് റോളിൻ്റെ ഫില്ലിംഗ് ആണ്. ഇത് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൽ വേണേൽ നിങ്ങൾക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, പക്ഷെ ഇത് മാത്രമേ ഇടുന്നുള്ളൂ. വേണേ നമുക്ക് നമ്മുടെ ക്യാബേജ് ഫില്ല് ചെയ്തെടുക്കാം. ക്യാബേജിൻ്റെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പോർഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ പോർഷൻ കുറച്ച് കട്ടിയായിരിക്കും. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ നമുക്കത് കടിക്കും, പിന്നെ മടക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആ പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഫില്ലിങ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ, വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നല്ല ടൈറ്റായിട്ട് നമുക്ക് ഒന്ന് പാക്ക് ചെയ്യാം. രണ്ട് സൈഡിൽ നിന്നും കൂടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ അത് അവിടെ ഇരുന്നോളും. ഞാൻ എടുത്തിട്ടുണ്ട്, ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കൂട്ടുവെച്ച് ഒരുപാട് നിറഞ്ഞു പോകണ്ട, നിറഞ്ഞു പോയാൽ നമുക്ക് മടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ അങ്ങ് എടുത്ത് മടക്കണം. ഒക്കെ നല്ല ടൈറ്റ് ആക്കണം. ടൈറ്റാക്കി രണ്ട് സൈഡിൽ നിന്നും കൂടെ ഇങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ റോൾ ചെയ്യാം. റോൾ ചെയ്ത് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. നമുക്ക് വേണമെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചാൽ മതി. ഞാൻ എന്തായാലും വെക്കുവാണ്. ടൂത്ത് പിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടെണ്ണം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയെല്ലാം റോൾ ചെയ്ത് വെക്കട്ടെ. ഇപ്പോൾ ക്യാബേജ് റോളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 12 എണ്ണം ഉണ്ട് ഇങ്ങനെ ഈ ഒരു കൂട്ട് വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് ഒരു 3-4 ബ്രെഡ് പീസ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇത് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതൊന്ന് ഞാനൊന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് വരട്ടെ. ബ്രെഡ് ക്രംസ് ഞാൻ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം പാത്രത്തിലേക്ക്. ഇത് ഒരുപാട് സമയം അങ്ങ് അടിക്കണ്ട, ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്രസ് ബട്ടൺ ഇല്ലേ, അത് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇനി 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്.
ഈ ബ്രെഡ് ക്രംസിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഓരോ ക്യാബേജ് റോളും ഞാൻ ടൂത്ത് പിക്ക് അങ്ങ് മാറ്റുവാണ്. ടൂത്ത് പിക്ക് വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഞാൻ പിന്നെ ഒന്ന് അമർന്ന് അവിടെ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് വെച്ചതാണ്. ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലിടണം. ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം എല്ലാ സൈഡും. ഇതിപ്പം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാ റോളും ഞാൻ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്ത് വെക്കട്ടെ. ഇതിപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഇത് ഞാൻ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, കുറച്ച് ഷാലോ ഫ്രൈ ആണ്. കുറച്ച് ദിവസം നന്നായിട്ട് എണ്ണ വേണം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ക്യാബേജ് റോൾ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിപ്പം ആ സൈഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിപ്പം ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ പോർഷനും ഒന്ന് എണ്ണയിൽ മുട്ടിയിരിക്കണം. ഇങ്ങനെ കുത്തനെയൊക്കെ എടുത്ത് വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ആ സൈഡങ്ങ് ആവാതിരിക്കും. ഇതിപ്പം ആയിട്ടുണ്ട്. നമുക്കിത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല സ്മെല്ലുമാണ്. ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ആദ്യത്തെ ബാച്ച് മുഴുവൻ എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് എല്ലാ ബ്രെഡ് ക്രംസും ഒരുമിച്ചിട്ടിട്ട് റോൾ ചെയ്യരുത് അതിന്റെ മുകളിലിട്ടിട്ട്. കാരണം മുട്ടയുടെ ആ ഒരു നനവും കൂടെ ബ്രെഡ് ക്രംസിലേക്ക് പറ്റുന്ന സമയത്ത് അടുത്ത റോൾ എടുത്ത് ഉരുട്ടുന്ന സമയത്ത് അതിന്റെ മേലെ പറ്റി പിടിക്കാത്ത ഒരു പ്രശ്നം വരും. അതുകൊണ്ട് നിങ്ങൾ കുറേശ്ശെ ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് അതിന്റെ മേലെ റോൾ ചെയ്ത് മാറ്റിയാൽ മതി. അപ്പൊ അത് കറക്റ്റായിട്ട് വന്നോളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ റഷ്യൻ സ്പെഷ്യൽ ക്യാബേജ് റോൾ. ഞാനിത് ഫോട്ടോ പർപ്പസിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചതാണ്. ഒരു പീസ് ഞാൻ എടുത്ത് കഴിച്ചു നോക്കിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ക്യാബേജ് ഒക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കോളിഫ്ലവർ ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു നല്ല സ്മെല്ലില്ലേ, അതാണ് ഉണ്ടാവുക. അപ്പൊ ആ ക്യാബേജില് ചിക്കന്റെ കൂട്ടും ഒക്കെ പൊതിഞ്ഞിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഉണ്ടല്ലോ, സൂപ്പർ, പറയാതിരിക്കാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റഷ്യയുടെ വിഭവം നമ്മുടെ ചട്ടിയിലും കിടന്നൊന്ന് പൊരിയട്ടെന്നേ. അപ്പോൾ അടുത്ത ഒരു ടേസ്റ്റി റെസിപ്പി ആയിട്ട് ഞാൻ വരാം. ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ. Dad asked me to make her eyebrows look nice, so I tried to wax them, but when I took the wax strips off, there was a problem. My eyebrows are gone!